ചന്ദ്രശേഖരൻ സാറ് പറഞ്ഞ ഒരു വികസന അജണ്ട എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് ജനങ്ങളുടെ അവകാശമാണെന്നാണ് സാറ് പറഞ്ഞത്. അതൊന്ന് വിശദീകരിക്കാൻ. അല്ല, അവരുടെ അവകാശമാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? അവർക്ക് എന്ത് കിട്ടി? കുറേ കാലമായില്ലേ അവരുടെ അവകാശമാണെങ്കിൽ എന്തുകൊണ്ട് അത് നടപ്പിലാക്കിയില്ല ഇത്രയും കാലമായിട്ട്? ഞാൻ ഏറ്റവും അധികം വികസനം നടത്തിയ ഒരാളുടെ മകളാണ് ഞാൻ കേരളത്തിൽ. അത് ചെയ്യാനുള്ള ധൈര്യമാണ് ഇതിനെല്ലാത്തിനും. പിന്നെ എൻ്റെ പിതാവ് പറഞ്ഞൊരു കാര്യമുണ്ട്, കറപ്ഷൻ ഇല്ലെങ്കിൽ ഇതിനൊന്നും പേടിക്കേണ്ടെന്ന് ആരെയും. അപ്പോൾ എൻ്റെ ഒരു പോളിസി അതാണ്. ഞാൻ ഇവിടുത്തെ ആൾക്കാരോട് ഞാൻ പറയുന്നൊരു കാര്യം എന്താണ്, എനിക്ക് ഒരു അവസരം തരും, എനിക്ക് കഴിവുണ്ടോയെന്ന് നിങ്ങളൊന്ന് പരീക്ഷിക്കണ്ടേ, എന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതാക്കില്ല. പക്ഷെ എനിക്ക് വികസനത്തിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമാണ് തൃശ്ശൂർ. അന്ന് കണ്ട തൃശ്ശൂരാണ്, ഇപ്പോഴും ഒരു വ്യത്യാസവുമില്ല. ഇവിടെ രാത്രി ഒരു 7 മണി കഴിയുമ്പോഴേക്കും ഈ നഗരം ഉറങ്ങും, ഇരുട്ടിലേക്കാവും. ഇപ്പം അതുകൊണ്ട് എന്താ, IT ഫീൽഡിലുള്ളവർ എല്ലാവരും ഇവിടെ നിന്ന് പോവാണ് ആൾക്കാർ. അപ്പോൾ ആ ഒരു നിലയില്ലാതിരിക്കാൻ നമുക്ക് ഇവിടെ തന്നെ ആൾക്കാരെ പിടിച്ചു നിർത്താനും, പിന്നെ ഈവൻ ടൂറിസം എന്ന് പറഞ്ഞാൽ ഇവിടെ അമ്പലങ്ങൾ ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണ്. അപ്പം നമുക്ക് ഇപ്പോൾ കൊടുങ്ങല്ലൂരിൽ നിന്ന് തുടങ്ങിയാൽ ഗുരുവായൂർ വരെ നമുക്ക് ഈ പള്ളികളൊക്കെ കൂട്ടി യോജിപ്പിച്ചിട്ടുള്ള ഒരു ടൂറിസത്തിനോട് സാധ്യതയുണ്ട്. പിന്നെ ഒരു ഇൻഫോ പാർക്ക്, അതാണ് എൻ്റെ സ്വപ്നം. കാരണം ഇവിടുത്തെ കുട്ടികൾ ജോലി പുറത്തേക്ക് പോവുക, അവർ പ്രിഫർ ചെയ്യണത് ഒന്നിക്ക് ബാംഗ്ലൂർ ഇല്ലെങ്കിൽ കൊച്ചിയാണ്. തൃശ്ശൂർ അവർ ഇഷ്ടപ്പെടുന്നേ ഇല്ല വരെ. അപ്പോൾ കുട്ടികളെ ഇവിടെ നിൽക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം. തൃശ്ശൂരിനെ എന്താ പറയണ്ടേ, എൻ്റെ ആ ഒരു സാംസ്കാരിക തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെ ഡെവലപ്മെൻറ്റ് നടത്തണം. രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മുടെ ശരിക്കും പറഞ്ഞ ക്രിസ്ത്യൻസ് ആണ് കൂടുതൽ ഇവിടെ ഉള്ളത്. ക്രിസ്ത്യൻസ് ആണ് കൂടുതലുള്ളത്. സുരേഷ് ഗോപി സാർ എന്ന സമയത്ത് ക്രിസ്ത്യൻ ബിഷപ്പുമാരെ കാണുകയും മറ്റു കാര്യങ്ങളിലേക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് എല്ലാവരും കാണും. ഞാൻ തന്നെ പിതാവിനെ കണ്ടല്ലോ, പിതാവിനെ കണ്ടു, മറ്റേ ഓഗിൻ പിതാവിനെ കണ്ടു, എല്ലാവരും കണ്ടുന്നുണ്ട്. ഇനി പള്ളികളിലേക്ക് പോവും. എനിക്ക് സുഹൃത്തുക്കളുണ്ട് ഈ ക്രിസ്ത്യൻസിൽ, ഇഷ്ടംമാതിരി സുഹൃത്തുക്കളുണ്ട്. അപ്പം അവരൊക്കെ എന്നെ സഹായിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അല്ലാണ്ടുള്ള ഒരു മനസ്സെന്താന്ന് ഞാനിതുവരെ പഠിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ. പക്ഷേ ക്രിസ്ത്യൻസ് കൂടുതലൊന്നും, ഹിന്ദുക്കളും ക്രിസ്ത്യൻസും എല്ലാം ഒരേമാതിരി അവിടെ. അങ്ങനെ ഒരു കൂടുതൽ ഒരു കുറവ് അങ്ങനെയൊന്നുമില്ല. എല്ലാവരും തുല്യമായിട്ടുള്ള, എനിക്ക് തോന്നുന്നു കുറച്ച് കൂടുതലുള്ളത് ഹിന്ദുക്കളിൽ ഇഴവ കമ്മ്യൂണിറ്റി കൂടുതലാണ്. അങ്ങനെ ഹിന്ദുക്കൾ നല്ല ശക്തിയുണ്ട്, അതേമാതിരി തന്നെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഉണ്ട്. ഇവിടെ ഏറ്റവും കുറവുള്ളത് മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. അല്ല, ഈഴവ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ അതിലേക്ക് ഇപ്പം നമ്മൾ ഒരു കോൺട്രവേഴ്സി ഇതിലേക്ക് കിടക്കാൻ എനിക്ക് അത്ര താല്പര്യമില്ല. പ്രത്യേകിച്ച് ഇലക്ഷനാണ്, കാൻഡിഡേറ്റ് സംസാരിക്കുമ്പോൾ 10 പ്രാവശ്യം 100 പ്രാവശ്യം ചിന്തിക്കണം. അതുപോലെ തന്നെ മാഡം, നാരായണൻ സാറിൻ്റെ മകളെന്ന നിലയിൽ ഈ തൃശ്ശൂരിലെ മണ്ഡലത്തിലെ സ്വാധീനം കാരണം ഇവിടെ എനിക്ക് പഴയ അച്ഛൻ്റെ ആൾക്കാർ, പക്ഷെ അതിൽ കോൺഗ്രസ്സുകാർ പലരും അവരുടെ മക്കളൊക്കെ ഇപ്പോൾ BJP ഭയങ്കരമായിട്ട്. പിന്നെ ഈ പറഞ്ഞാൽ എൻ്റെ ബന്ധുക്കളുണ്ട്, എൻ്റെ ഭർത്താവിൻ്റെ ബന്ധുക്കളുണ്ട്, എൻ്റെ അമ്മയുടെ വീട്ടുകാർ, ഇങ്ങനെ എല്ലാവരും കൂടിയിട്ടുള്ളൊരു സ്ഥലമാണ് തൃശ്ശൂർ. എൻ്റെ കൂടെ പഠിച്ച കുട്ടികൾ, അങ്ങനെ എല്ലാം കൂടി ആകുമ്പോൾ നമുക്കൊരു ഇവിടെ വരുമ്പോൾ ഒരു ആത്മവിശ്വാസം, സ്വന്തം വീട്ടിലേക്ക് തിരിച്ചെത്തിയ ഒരു സന്തോഷമാണ്. അതാണ് എൻ്റെ പ്രതീക്ഷ ഇവിടുത്തെ. എൻ്റെ സ്വന്തം വീടല്ലേ, അതെ. പിന്നെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, മാഡത്തിന് മുരളീധരൻ സാർ ഇവിടെ വന്ന് കോൺഗ്രസിന് വേണ്ടി പ്രചരണം നടത്തുവാണെങ്കിൽ ആ ഒരു ഇതിൽ മാഡം എങ്ങനെ കാണുന്നു? ചെയ്തോട്ടെ, അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിന് വേണ്ടി ചെയ്തോട്ടെ, എനിക്ക് വരാമെന്നില്ല. ഏട്ടനും അനിയത്തൊക്കെ വീട്ടില്ല, പുറത്തൊക്കെ ഇറങ്ങിയാൽ ഞങ്ങൾ 2 പാർട്ടിയുടെ ആൾക്കാരാണ്. പിന്നെ ഒരു തവണ ഇപ്പം കുറച്ച് നാൾ മുമ്പ് പത്രക്കാർ തന്നെ എഴുതിയിരുന്നു മാഡം തിരിച്ച് കോൺഗ്രസിലേക്ക് പോവാണെന്ന് പറഞ്ഞ് ഒരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു. ഞാനും അതിൽ കണ്ടിട്ടറിഞ്ഞു, സത്യമായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. അറിയാത്ത കാര്യം നമ്മൾ പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാൻ തിരിച്ച് കോൺഗ്രസിലേക്ക് ജന്മത്തിലില്ലാന്ന് പറഞ്ഞ് തിരിച്ചു പോകുന്നതാണേ. ഇവിടുത്തെ വികസനം മാഡം ജയിച്ചു വന്നാൽ ഫസ്റ്റ് ചെയ്യുന്നത് ഇൻഫോ പാർക്കാണെന്ന്. അതായിരിക്കും മാഡത്തിന്റെ വികസനം.
പിന്നെ രണ്ടാമത് സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, അതായത് ജനങ്ങളുടെ അവകാശമാണ് വികസനം എന്നാണ് ചന്ദ്രശേഖരൻ സാർ പറഞ്ഞത്. ആ അവകാശത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. സാധാരണ ജനങ്ങൾക്കുള്ള അവകാശം അതെന്താണ് മാഡം? സാധാരണ അവർക്ക് സ്വന്തമായിട്ട് തൊഴിൽ ചെയ്ത് ജീവിക്കാൻ. ഇപ്പൊ ഇവിടുത്തെ ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം. ഇവിടെ അപ്പങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഏരിയ ഉണ്ട്. അവർ വളരെ സാധാരണക്കാരാണ്. പക്ഷെ അവരുടെ ആ കഴിവിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്താണ്ടല്ലോ. അതിപ്പോൾ യൂറോപ്പിലൊക്കെ പോയാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ പറഞ്ഞ പോലെ വൈകുന്നേരം പോയിരുന്ന് ഭക്ഷണം കഴിക്കുക ഒന്നും വേണ്ട, മുമ്പിൽ 2 മേശയും കസേര ഇട്ടാലും മതി. അപ്പം അവർക്കതൊരു വരുമാനമാണ്. അപ്പം അതൊരു സാധാരണക്കാരൻ്റെ വരുമാനമാണ്. പക്ഷെ അവരുടെ കഴിവുകളാണ് അതിൽ. ആ അപ്പം വേറെ എവിടെ പോലും നമുക്ക് കിട്ടില്ല, മനസ്സിലായി? അപ്പം അത് പ്രൊമോട്ട് ചെയ്യണം. നമ്മുടെ നാട്ടിൽ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അത് പ്രൊമോട്ട് ചെയ്യുക. അത് സാധാരണക്കാരനാണ് ഏറ്റവും അധികം ഗുണം ചെയ്യുക. പിന്നെ ഇവിടെ ഇപ്പോൾ വൈകുന്നേരങ്ങളിൽ എവിടെയും പോയിരിക്കാൻ സ്ഥലമില്ല, ആൾക്കാർക്ക് അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ വലിയ ചാർജ് ഇല്ല, അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളുണ്ട്. അതെനിക്ക് ആദ്യം ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ഷോ ഇവരെന്ത് രസമായിട്ട് അത് ചെയ്യണത്, ഇത് പുറത്തു രാജ്യങ്ങളിലൊക്കെ എന്ത് ഗുണം ചെയ്തേനെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ എനിക്ക് തോന്നുന്നത് നമ്മുടെ ആ ഒരു കുപ്പിക്കടുത്തുണ്ടല്ലോ, നമ്മുടെ KSRTCയിലേക്ക് ഇപ്പുറത്തോട്ട് പോകുന്ന ഒരു താഴെ കുറെ കോളനികൾ മാത്രമുള്ള ശരിക്കും പറഞ്ഞ ആ ഒരു കോളനികളെ ഒഴിപ്പിക്കാനായിട്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. മേഡം അതിനെ കുറിച്ച് അതെന്താ വെച്ചാല് അവർക്ക് അവിടെ ഇഷ്ടമാണ്. കാരണം അവർക്കിപ്പം നമ്മൾ വേറെ മാറ്റി പാർപ്പിക്കുമ്പോൾ അവർ കുറേ ദൂരെയായി പോവാണ്. അവരുടെ ജോലി സ്ഥലങ്ങളൊക്കെ അതിൻ്റെ ചുറ്റുമാണ്. അപ്പം ഞാൻ പലരോടും സംസാരിച്ചു ഇതിനെ പറ്റിയിട്ട്. അവർക്ക് തീരെ താല്പര്യം ആരും എന്നോട് പറഞ്ഞില്ല. അവർ പറഞ്ഞ് ഞങ്ങൾക്ക് ഇവിടെയാണ് ജോലിക്ക് പോകാൻ സുഖം, വൈകുന്നേരം തിരിച്ചു വരേണ്ട ഇതാക്കേണ്ട കാര്യം. എനിക്ക് തന്നെ അത് കാണുമ്പോൾ റൂമിലൊക്കെ കയറുമ്പോഴേ നമുക്ക് ഭയങ്കര വിഷമം. തലയൊന്നും ഇങ്ങനെ പൊക്കി നിൽക്കാൻ പോലും പറ്റില്ല. പക്ഷെ അവരാരും ഒരു കംപ്ലൈൻറ്റ് പറയുന്നില്ല. അതെന്താണ് അതിൻ്റെ കാര്യം എന്ന് എനിക്ക് അതിൻ്റെ ഇത് മനസ്സിലായി. അപ്പം എനിക്ക് തോന്നിയൊരു കാര്യം എന്താ വെച്ചാൽ അവർ മറ്റേ ജോലിക്ക് പോകാനുള്ള സൗകര്യം ഇപ്പം ടൗണിൽ തന്നെയല്ലേ അത് കിട്ടണത്. പിന്നെ നമ്മളെ കൊണ്ടുപോയി മാറ്റി താമസിപ്പിക്കുമ്പോൾ അവർ കുറേ ദൂരെയാണ്. അപ്പം ആ ഒരു നല്ല വീട് കിട്ടുന്നതുകൊണ്ട് അവർക്ക് ഭക്ഷണത്തിൻ്റെ വകുപ്പാണ് പോണത്. അപ്പം അവർക്ക് ഇങ്ങനെ ചുറ്റും അങ്ങനെ പോണേൽ അവർക്ക് വലിയ താല്പര്യം. പലരും ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. അത് പാർട്ടി വ്യത്യാസമില്ലാണ്ട് ശ്രമിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ്. അല്ല, അത് മേഡത്തിന് വന്നാൽ ആ ഒരു സംഭവം അത് മാറ്റി എന്തെങ്കിലും ഒരു അവർക്ക് കുറച്ചു മുമ്പ് ഞാൻ കേട്ടിരുന്ന ഒരു ഫ്ലാറ്റ് ഒക്കെ നിർമ്മിച്ച് എടുത്തു കൊടുക്കും. പിന്നെ അടുത്ത ആൾക്കാർ വന്ന് അവരുടെ തന്നെ തൊട്ടടുത്ത ആൾക്കാർ വന്ന് അവിടെ സ്ഥിരമാകുകയാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അത് പിന്നെ അങ്ങനെയാണെങ്കിൽ നമ്മൾ അവരോട് സംസാരിക്കണം. അല്ല, അവരുടെ മനസ്സ് അങ്ങനെ നിർബന്ധിച്ച് അവരെ മാറ്റാൻ പറ്റില്ല. അവരെ പറഞ്ഞ് മനസ്സിലാക്കി, ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് നമുക്ക് ട്രൈ ചെയ്യാം. അത്രേ പറ്റുള്ളൂ. ഞാനത് നാളെ തന്നെ ചെയ്യുമെന്നൊന്നും ഞാൻ പറയാം. ഞാൻ ട്രൈ നോക്കിയാളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. തൃശ്ശൂരിന്റെ വികസനം വരുവാണെങ്കിൽ അതാണ് ഏറ്റവും വലിയൊരു വികസനം എന്നാണ് ഞാൻ. അതെ, എനിക്കതാ തോന്നിയത്. ഞാൻ ആദ്യം ഇവിടെ മത്സരിക്കുമ്പോൾ എനിക്ക് ആദ്യം തോന്നിയത് അതൊന്ന് മാറ്റിയാണെന്നുണ്ടെങ്കിൽ. പക്ഷെ അവരെ ബലം അത് ഏതിലേക്ക് എത്തുമെന്ന് അറിയില്ല. കാരണം അവരെ വികസനത്തിന്റെ കാര്യത്തിൽ അവരെ മാറ്റിയാൽ നിങ്ങൾ തന്നെ തിരിച്ചെഴുതും അല്ലേ? പാവങ്ങളെ പിടിച്ചിറക്കി അവർക്ക് ഇതാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നത് അവർക്ക് വേണ്ടി നല്ലതിനാണ് എന്ന് പല പത്രക്കാരും സമ്മതിച്ചില്ല. അപ്പം ആരാ റിസ്ക് എടുക്കാൻ തയ്യാറാവുക? തീർച്ചയായിട്ടും ഞാൻ ശ്രമിക്കും. അതെൻ്റെ മനസ്സിനെ വല്ലാണ്ട് വിഷമിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം. ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കിയാളാണ്. അപ്പം എനിക്ക് തോന്നി, ഈശ്വര ഒന്ന് തലയുയർത്തി നിൽക്കാൻ പറ്റുന്നില്ല അവർക്ക്. പക്ഷെ അവരധികം അവരുടെ ആക്ടിവിറ്റീസ് മുഴുവൻ പുറത്താണ് കട്ടിലിട്ടിട്ടൊക്കെ അവർ ഇരിക്കുക. ഈ മഴക്കാലത്ത് മാത്രമേ അവർ ഉള്ളിൽ കിടക്കുള്ളൂ. എനിക്ക് തോന്നി. ഞാൻ ഇതൊക്കെ വാച്ച് ചെയ്തിട്ടുള്ള ആളാണ്. നോക്കട്ടെ എന്തായാലും ചെയ്യാം. ജനങ്ങൾക്ക് ഏറ്റവും ഉപയോഗമാകുന്ന ഒരു സംഭവമാണ്. പക്ഷെ അതിപ്പം വളരെ തൃശ്ശൂർ എന്താ ദയനീയാവസ്ഥയിലല്ലാത്തത് നോക്കട്ടെ. ഓരോന്നെടുത്ത് പറഞ്ഞാൽ നമുക്ക് ഇന്ന് മുഴുവൻ ഇന്ന് സംസാരിക്കാനുള്ളൊരു കാര്യമായിരിക്കും. ഇതെല്ലാം ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ഭയങ്കരമായിട്ട് ചെയ്യാൻ പറ്റുന്നു. പക്ഷെ ഒരു കാര്യം തീരുമാനിച്ച അതിന് പിന്നാലെ പോകും ഞാൻ. അതാണ് എൻ്റെ നേച്ചർ. ഞാനൊരു കാര്യം, വാഗ്ദാനങ്ങളുടെ പെരുമടിയൊന്നും തരുന്നില്ല, പക്ഷേ ജനങ്ങളുടെ അവകാശമാണ് ഇതെന്നുള്ള മേഡം ഉറപ്പിച്ച് പറയുന്നു. അതൊന്നുകൂടെ പറയാം. പിന്നെ അത് തീർച്ചയായിട്ടും ജനങ്ങളുടെ അവകാശമാണ്. അത് നമ്മൾ കൊടുക്കുന്ന ഔദാര്യമല്ല. അവരുടെ അവകാശങ്ങൾ നമ്മൾ സമ്മതിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് ചെയ്യാൻ ആരും തയ്യാറാവണില്ല. എല്ലാവർക്കും സ്വന്തം കാര്യം, ജനങ്ങളുടെ കാര്യമില്ല. എൻ്റെ കാര്യം എൻ്റേത്, അത്രയേ ഉള്ളൂ. അത് മാറി ജനങ്ങൾക്ക് വേണ്ടി ചിന്തിച്ചു തുടങ്ങി നോക്കും, ഇതെല്ലാം മാറും. സുരേഷ് ഗോപി സാറ് ഇവിടെ മണ്ഡലത്തിൽ പ്രചാരണത്തിന് വരുവാണെങ്കിൽ മേഡത്തിന്റെ ഒരു ഒപ്പീനിയൻ എന്തായിരിക്കും? സാറ് എൻ്റെ സഹോദരൻ വരുന്ന മാതിരി എനിക്ക്. ഞങ്ങൾ പാർട്ടിയായിട്ടല്ല ഒരിക്കലും ഇന്ന് വരെ കണ്ടിട്ടില്ല. ഞാൻ എത്രയോ കൊല്ലമായിട്ട് അറിയുന്നത്.
കാണാൻ. അപ്പം എൻ്റെ സ്വന്തം സാധനം വന്നു എന്നുള്ള സന്തോഷമുണ്ട് എനിക്ക്. സുരേഷ് ഗോപി സാറ് ജയിച്ചു പോയപ്പോൾ ഉള്ള ഒരു സുരേഷ് ഗോപി സാറിനെ അല്ല നമ്മൾ മണ്ഡലത്തില് ജനങ്ങളുടെ ഇടയിലേക്ക് കാണുന്നത്. ഇപ്പം ഞങ്ങൾ ഇവിടെയുള്ള പത്രക്കാരാണെങ്കിലും അതിൽ കൂടുതൽ സോഷ്യൽ മീഡിയ ആൾക്കാരാണെങ്കിലും സുരേഷ് ഗോപി സാറിനെ വല്ലാതെ എന്താ പറയണ വളരെ അപഹാസ്യമാകുന്ന രീതിയിൽ തരം താഴ്ത്തി ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ അത് സാറിന് കുറച്ച് മണ്ഡലത്തില് എന്റെ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ കുറച്ച് വീഴ്ച വന്നിട്ടുണ്ട് എന്നുള്ള അഭിപ്രായക്കാരിയാണ് ഞാൻ. അപ്പൊ മാഡത്തിന് ആ ഒരു ഇതുണ്ടാവുമോ? നിങ്ങൾ പുറത്ത് കാണുന്ന ഒരാളല്ല സുരേഷ്. പുറത്ത് കാണുന്നതല്ല, നമ്മളിപ്പം ഒപ്പീനിയൻ എന്ന് പറയുന്നത് നമ്മളിപ്പോ ഒരാളുടെ സംസാരിക്കുക എന്ന് പറയുന്നത് അത് സാറിന്റെ ഇവിടെ വന്ന സ്വാധീനം നെഗറ്റീവ് ആവുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇല്ല, അങ്ങനെയൊന്നുമില്ല, ഒരിക്കലും ഉണ്ടാവില്ല. അത് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം എന്നെ ഞാനായിട്ടും സുരേഷായിട്ടും കാണാൻ അറിയുന്ന ആളുകളാണ് ഇവിടെ. അദ്ദേഹത്തിൻ്റെ നന്മയെ അറിയാം, എൻ്റെ നന്മ. എനിക്ക് പൊതുവേ ഞാൻ അങ്ങനെ ഒരു അങ്ങനെ പെട്ടെന്ന് ദേഷ്യം വരും അങ്ങനത്തെ ഒരാളൊന്നുമല്ല. ജീവിതം വളരെ എന്താ പറയുക ജോളിയായിട്ട് കൊണ്ടുപോകുന്ന ഒരു വിഷയമാണ് ഞാൻ ആരോടും മോശമായിട്ട് പെരുമാറില്ല. അദ്ദേഹം പറയുന്നത് അദ്ദേഹം മോശമായിട്ട് പെരുമാറുന്നതല്ല. അദ്ദേഹത്തിൻ്റെ ഇപ്പം ഞാനൊക്കെ രാഷ്ട്രീയത്തിലേക്ക് വീണ തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക്. അപ്പം എനിക്കറിയാം ഒരാളോട് എന്ത് പറയണം എന്ത് പറയണം. അദ്ദേഹം രാഷ്ട്രീയക്കാരനല്ല, അദ്ദേഹം പഠിച്ചു വരുന്നേ ഉള്ളൂ. ഒരാളോട് ഇപ്പം നിങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ ഇപ്പം ഞാൻ സ്നേഹമായിട്ട് പിടിച്ചിരുത്തും. എൻ്റെ മനസ്സെന്താണ് എന്നൊന്നും നിങ്ങൾക്കറിയില്ല, പക്ഷെ ഞാൻ നിങ്ങളോട് സ്നേഹമായിട്ട് വരും. നിങ്ങൾക്കതും സന്തോഷമാണ്, എനിക്കും സന്തോഷം. അദ്ദേഹം അങ്ങനെയല്ല. അദ്ദേഹത്തിന് വല്ലാത്ത പെട്ടെന്ന് ടയേർഡൊക്കെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ചൂടാവും. അത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആള് ബേസിക്കലി അങ്ങനെ ഒന്നും ആലോചിച്ച് പറയണമല്ല. അപ്പം എനിക്ക് പാവം തോന്നും, അയ്യോ ഇങ്ങനെയല്ലല്ലോ ഈ മനുഷ്യൻ എന്നുള്ളത്. അപ്പം അദ്ദേഹത്തിൻ്റെ ഇത് ശരിക്കും സത്യം എന്തെങ്കിലും ദൈവം കാണാതിരിക്കില്ല. ആ മനുഷ്യൻ ജനങ്ങൾ എന്തായാലും തിരിച്ചറിയും, അതാണ് എൻ്റെ വിശ്വാസം. കരുണാകരൻ സാറിന്റെ മടന്ന രീതിയിൽ അടുത്ത് വിജയിച്ചു വരാനായിട്ട് ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാം. ശരി, ലേറ്റ് ആയാ